സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്ന് 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. NDRF സംഘം കൊച്ചിയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. ഇടുക്കി പാമ്പള ഡാം തുറന്നു. അതിരപ്പള്ളി പൊരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കക്കയം ഹൈഡൽ ടൂറിസം സെന്റർ, ഇക്കോ ടൂറിസം സെന്റർ എന്നിവ അടച്ചു. സംസ്ഥാനത്ത് മഴക്കെടുതിയും അതിരൂക്ഷമാണ്. ഇടുക്കി ദേവികുളത്ത് വീടിന് മുകളിലേക്ക് കരിങ്കൽ കെട്ട് ഇടിഞ്ഞു വീണു. കണ്ണൂർ ചെറുപുഴയിലും എറണാകുളം പുത്തൃക്കയിലും വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. കടലുണ്ടിയിലും കോന്നി കുപ്പക്കരയിലും മരം വീണ് വീടുകളുടെ മേൽക്കൂര തകർന്നു. അടിമാലി വാളറയിൽ സ്കൂൾ ബസിന് മുകളിലേക്ക് മരം വീണു. പത്തനംതിട്ട അരയാഞ്ഞിലി മണ്ണിൽ കോസ്വേ വെള്ളത്തിൽ മുങ്ങി 400 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ, പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ, കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന്, കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ എന്നിവരാണ് തത്സമയ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ഹരികൃഷ്ണനിലേക്ക്. ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? വേണു, സംസ്ഥാനത്ത് ഇന്നും നാളെയും കൂടെ ശക്തമായ മഴ തുടരാൻ സാധ്യത എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് തുടരാൻ തന്നെയാണെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എന്നുള്ളത്. ഈ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകും എന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. 8 ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇതിൽ വടക്കൻ കേരളത്തിലുള്ള കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഈ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് അത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഈ തീരദേശവാസികളും അതേപോലെ തന്നെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഈ ബീച്ചുകളിൽ വിനോദത്തിനായി ഇറങ്ങുന്നവരൊക്കെ ശ്രദ്ധ വേണം എന്നുള്ളതാണ്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ഈ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ഈ എറണാകുളം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായി കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് എറണാകുളം മുതൽ, അതായത് മധ്യ കേരളം മുതൽ വടക്കൻ കേരളത്തിലേക്കുള്ള ജില്ലകളിലാണ് മഴ ശക്തമാകുമെന്ന് പറയുന്നത്. തെക്കൻ കേരളത്തിൽ മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല. പക്ഷേ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ രാവിലെ മുതൽ മഴ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ഉള്ളത്. തെക്കൻ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ടെന്നു കൂടിയാണ് പറയുന്നത്. പക്ഷേ മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല. ഏതായാലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശരി, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീകുമാരൻ ചേരുന്നു. എന്താണ് ജില്ലയിലെ പൊതു സാഹചര്യം? നമ്മളിപ്പോൾ നിൽക്കുന്നത് വേണു അറിയാഞ്ഞില മണ്ണ ക്രോസ്വേയിലാണ്. ഈ ക്രോസ്വേ പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നാൽ ആദ്യം മുങ്ങുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ്. അതായത് ഇവിടെ എത്രത്തോളം വെള്ളം കയറി എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും പമ്പാ നദിയിലെ മറ്റു മേഖലകളിൽ ജലനിരപ്പ്. അത് കോഴഞ്ചേരി ആയിക്കോട്ടെ, റാന്നി ആയിക്കോട്ടെ, ആ മേഖലകളിലൊക്കെ തന്നെ ജലനിരപ്പ് എങ്ങനെ ഉയരുമെന്നത് ഈ മേഖലയിലെ ജലനിരപ്പ് ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ആളുകൾ ഇവിടേക്ക് വരുന്ന തടി പിടിക്കാൻ വേണ്ടി ആളുകൾ പോകുന്ന ദൃശ്യങ്ങളാണ്. നിരവധി മരങ്ങളടക്കം കടപുഴകിയും അല്ലെങ്കിൽ ചില്ലകളുമായും ഒക്കെ തന്നെ വനത്തിനുള്ളിൽ നിന്ന് വന്ന് ഈ കോസ്വേയിൽ തങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിന് തൊട്ടടുത്ത് അടുത്ത പഞ്ചായത്തിലെ ആളുകളാണ് ഉള്ളത്. അവർ ഈ വെച്ചുചെറിയുമായി ബന്ധപ്പെടണമെങ്കിൽ ഈ ഒരു കോസ്വേ തന്നെ വേണം. ഇവർക്ക് മറ്റു മേഖലകളില്ല. എന്തായാലും ഈ പ്രദേശം പൂർണ്ണമായി ഇപ്പോൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 400ഓളം കുടുംബങ്ങൾ ഈ മേഖലയിലുണ്ട്. സമാനമായ അവസ്ഥ തന്നെയാണ് സ്വാഭാവികമായി ഈ പറയുന്ന മറ്റു മേഖലകളിലും. അച്ചൻകോലാറിന്റെ തീരത്തും സമാനമായ അവസ്ഥ. ജലനിരപ്പ് ക്രമാനുഗതമായി ഉയരുന്നൊരു സാഹചര്യമുണ്ട്. ഇന്ന് കാര്യമായ രീതിയിൽ യെല്ലോ അലർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ജില്ലയുടെ പല മേഖലകളിലും ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. അത് കോന്നിയിലായി ആയാൽ ആ മേഖലയിൽ വൈദ്യുത പോസ്റ്റുകൾ ഇടിഞ്ഞു വീഴുന്നു. അവിടെ തണ്ണിത്തോട്ടിൽ ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ മൈതാനത്തിന്റെ മതിലിടിഞ്ഞ് താഴുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ നാശനഷ്ടങ്ങളും സമാനമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പമ്പാ നദി എന്തായാലും സംഹാര താണ്ഡവം ആടിക്കൊണ്ട് രൗദ്രഭാവം പൂണ്ടുകൊണ്ട് ഒഴുകുന്ന കാഴ്ചയാണ് നമ്മുടെ ക്യാമറമാൻ ദൃശ്യങ്ങളിൽ പകർത്തുന്നത്. എന്തായാലും വലിയ തോതിൽ മഴ മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. എന്തായാലും ജാഗ്രത. ഇതുവരെ കാര്യമായ രീതിയിലുള്ള സ്കൂൾ അവധിയൊന്നും ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ വേണ്ടി വന്നാൽ അത്തരത്തിലുള്ള അവധികളിലേക്ക് കടക്കാമെന്നാണ് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ജില്ലയിൽ സ്ഥിതി അതീവ ഗുരുതരമെന്ന് പറയാനാകില്ലെങ്കിലും ജാഗ്രത വേണം. അടവി, കുട്ടവഞ്ചി ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചിട്ടുണ്ട്. അത്തരത്തിൽ രാത്രികാല യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കണമെന്ന് കൃത്യമായ രീതിയിൽ ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഏതാണ്ട് 400ഓളം ആളുകൾ ആ മേഖലയിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട്.
അവർക്ക് മറ്റു മേഖലകളിലേക്ക് എത്തണമെങ്കിൽ, പത്തനംതിട്ടയിലേക്കോ അത്തിക്കയത്തേക്കോ എത്തണമെങ്കിൽ ഒരുപാട് ദൂരം ചുറ്റി വളഞ്ഞു പോകേണ്ട അവസ്ഥയിലാണുള്ളത്. എന്തായാലും പമ്പാ നദിയിൽ കാര്യമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. വേണു. ശരി, ശ്രീകുമാരാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനും തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, മലയോര ജില്ലയാണ്, എന്താണ് സാഹചര്യം? അതുപോലെ എവിടെയൊക്കെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്? വേണു, നിലവിൽ ഇടുക്കി ജില്ലയിൽ ഹൈറേഞ്ച് മേഖലയിൽ മഴയ്ക്ക് ഒരൽപ്പം ശമനമുണ്ട്. തോർന്നു നിൽക്കുകയാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും ഇന്നലെ രാത്രിയിൽ പെയ്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ദേവികുളത്താണ് ഒരു വീടിന് പിൻവശത്തെ കരിങ്കൽ കെട്ടി ഇടിഞ്ഞ് വീണ് വീട് ഭാഗികമായി തകർന്ന് വിൽസൺ എന്ന് പറയുന്ന ആളുടെ വീടിനാണ് കേടുപാട് സംഭവിച്ചത്. വിൽസണും ഭാര്യയും 2 മക്കളും വീടിനകത്തുണ്ടായിരുന്നു. ഇവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെ ഏലപ്പാറ ബോണാമിയിലും സമാനമായ രീതിയിൽ മരം ഒടിഞ്ഞു വീണ ഒരു വീട് ഭാഗികമായി തകർന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്നവരും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ്. എന്തായാലും മലയോര മേഖലയിലെ വിവിധ റോഡുകളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. താൽക്കാലികമായി അതൊക്കെ മാറ്റി ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ദേവികുളം താലൂക്കിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദേവികുളത്ത് മൂന്നാറിൽ ഇന്നലെ മണ്ണിടിഞ്ഞ് വീണ ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശക്തമായ മഴയായിരുന്നു. ഇതേ തുടർന്നാണ് ആ പ്രദേശത്ത് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് വരികയും ചെയ്തിരിക്കുന്നത്. നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലാർകുട്ടിയിലാണ്. കല്ലാർകുട്ടി ഡാമിൻ്റെ 2 ഷട്ടറുകൾ നിലവിൽ 30 സെൻറ്റിമീറ്റർ വീതം ഉയർത്തി മുതിരപ്പുഴയാറിലേക്ക് വെള്ളം ഒഴുക്കുന്നുണ്ട്. മാത്രമല്ല പാമ്പള ഡാമിൻ്റെ ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. അത് പെരിയാറിലേക്കാണ് ഈ വെള്ളമെല്ലാം ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ പെരിയാറിൻ്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ എന്തായാലും ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുകയാണ്. ഇന്നലെ പെയ്ത മഴയുടെ ബാക്കി പത്രം എന്ന നിലയ്ക്ക് പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ, മരമൊടിഞ്ഞു വീണ അപകടം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗതാഗതം പുനഃസ്ഥാപിക്കുന്നു. വീടുകളിലെ മണ്ണുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വേണു. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാറും ചേരുന്നു വിവരങ്ങളുമായി. ശ്യാം, എന്തൊക്കെയാണ് കൊച്ചിയിലെ സാഹചര്യം? ഇവിടെയും മഴ കനക്കുകയാണോ? വേണു, രാവിലെ വരെ ശക്തമായ മഴയാണ് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ട്. വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അത് വളരെ ആശ്വാസം നൽകുന്നതാണ്. ഇന്നലെ രാത്രി മുതലുണ്ടായ മഴക്കെടുതികൾ ജില്ലയിൽ രൂക്ഷമാണ്. മൂവാറ്റുപുഴ മേഖലയിലും കോതമംഗലം മേഖലയിലുമൊക്കെ മഴ ശക്തമായി പെയ്തതിനെ തുടർന്ന് പല ഭാഗങ്ങളിലും വെള്ളം കയറിയിരുന്നു. പുതുർക്ക പഞ്ചായത്തിൽ 7-ാം വാർഡിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് അപകടമുണ്ടാകുകയും 5 പേരെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാക്കനാടും മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. മണികണ്ഠഞ്ചാൽ ചപ്പാത്തിൽ വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് കുടുങ്ങിയവരെ ഇന്ന് രാവിലെ വള്ളം കൊണ്ടുവന്നാണ് പ്രായമായവരെയും രോഗികളെയുമൊക്കെ മറുകരയിൽ സുരക്ഷിതമായി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും പൂർണ്ണമായും ഇതുവരെ ആളുകളെ മാറ്റാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതികൾ രൂക്ഷമായിരുന്നു. ശക്തമായ കാറ്റ് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഏതായാലും നിലവിൽ കാലാവസ്ഥ കുറിച്ച് തെളിഞ്ഞിട്ടുണ്ട്. അത് വളരെ ആശ്വാസകരമാണ്. പക്ഷേ ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നും ജില്ലയിൽ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. വേണു. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.